എടുത്തുചാട്ടം കാരണം അവൻ ഏതെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോന്ന എന്റെ സംശയം. അവസാനം വിളിച്ചപ്പോ അവൻ പറഞ്ഞതേ ആ പെണ്ണ് നൂർജഹാൻ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടെന്നാ. സാറിന് ആ വീട് അറിയാലോ, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അല്ല, താൻ എന്താ പറഞ്ഞേ? ആ പെണ്ണ് കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടെന്നോ? അതെ, അങ്ങനെയാ നസീർ അവസാനം വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത്. ആ, അങ്ങനെ താൻ റെഡി ആയിക്കും. ഞാനവനെ തൂക്കിയെടുത്ത് കയ്യിലിട്ട് തരും. ഉറപ്പാടോ? ഒരു പുതിയ കച്ചത്തുരുമ്പ് വീണ് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ കർത്താവേ നിന്നോട് നന്ദി പറയുന്നത്? 5-8 വെഴുതിരി ഞാൻ അതുവഴി പോകുമ്പോ കൂടുതൽ കത്തിച്ചേക്കാതെ. സംഗതി എന്താന്ന് വെച്ചാ പറ. എടി, ആ പെണ്ണില്ലേ കാണാതെ പോയ നൂർജഹാൻ, അവള് ഈ ശാരദാമ്മയുടെ കുടുംബശ്രീ കൊട്ടാരത്തിലുണ്ടെന്ന്. ആദ്യം ഞാൻ ശാരദയെ തൂക്കി അകത്തിടും. പിന്നാലെ പണികൾ ഓരോന്നായി ഇങ്ങനെ വരും. വരണം, വന്നിരിക്കണം. സർ, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വന്നതാ. എടി അറാം പറഞ്ഞ ഇബിലീസേ, കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് നീ. നിന്റെ ജോലി തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടിയാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എടി കൊച്ചേ, പെണ്ണും പെടക്കോഴിയും കുട്ടികളുള്ള ഇവന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് എന്തർത്ഥത്തിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രബോസേ, ഇവൾ അനൂപ് എന്നൊരു ചെറുപ്പക്കാരനായിട്ട് ഇഷ്ടത്തിലാവുകയും അവരിന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കുകയും ചെയ്തതാ. അവനാണ് ഇവളിവിടെ കൊണ്ടാക്കിയത്. അവൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇവളെ സംരക്ഷിച്ചതാ. അത് ഇവളുടെ പ്രായപൂർത്തിയായ ഈ പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ. സത്യതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊരു മറ്റൊരു അർത്ഥം ഉണ്ടാക്കിയിട്ട് കേസ് വളച്ചോടിക്കല തന്റെ ഈ പോലീസ് ബുദ്ധിയുണ്ടല്ലോ, അത് നാലാക്കി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. അത് ഇങ്ങോട്ട് ഇറക്കണ്ട. അത് ഇവിടെ ചെലവില്ല. കാലം മാറി ചന്ദ്രബോസേ. അത്യാവശ്യം നിയമം പഠിച്ചിട്ട് തന്നെയാ ഇവിടെയുള്ള കുറച്ചുപേരൊക്കെ ജീവിക്കുന്നേ. ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരിവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. നീ ആരാണ് ഇവിടെ നിയമം പഠിപ്പിക്കുന്നത്? വേണ്ട, ഞാൻ നിന്നെ പിടിച്ചിട്ടുള്ള ഓപ്പും കാര്യങ്ങളൊക്കെ എന്റെ ഈ ഭദ്രമാണ്. കുറെ നാളായില്ലേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ഓ, ചെയ്തും ചെയ്യിപ്പിച്ചും ബുദ്ധിക്ക് നല്ല തഴമ്പടാ. എടാ, ആരെ പെടുത്തണം, എപ്പ പെടുത്തണം, പെടുത്താൻ എന്തെല്ലാം വകുപ്പുകൾ ഒപ്പിക്കണമെന്നൊക്കെ എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ലടാ. സോശേരോ സർ, ഇനി ഇവ നിയമം പറയുന്നതേ അങ്ങ് ലോക്കപ്പിൽ കിടന്നോട്ട് മതി. ഇവരെ പിടിച്ചങ്ങ് അകത്തോട്ടിട്. ഇങ്ങോട്ട് പോടാ. വേടി സാറേ, അല്ല ഇതിനെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നേ? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവളെ വിളിച്ചിറക്കി കല്യാണം കഴിച്ച അനൂപല്ലേ? കിടന്ന് പിടയ്ക്കാതാ. എടാ, വകുപ്പുകളൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എടാ, പെണ്ണിനെ തട്ടിക്കൊണ്ട് പോക്ക്, രഹസ്യമായിട്ട് പാർപ്പിക്കല്, പിന്നെ ഒരു സ്വർണം തട്ടിയെടുത്ത കേസുണ്ടല്ലോ. എടാ പൊന്നുമോനെ, അങ്ങനെ കേസുകൾ ഇങ്ങനെ ചാകരയായിട്ട് സ്റ്റേഷനിൽ കാത്തു കിടപ്പുണ്ട്. ഓരോന്നോരേ നമുക്കിങ്ങനെ പുറത്തോട്ടെടുക്കാം. അതെ, എനിക്ക് അവനെ മാത്രം മതി. ഇവിടെ തൽക്കാലം താൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കും. വാടി ഇവിടെ. ഞാൻ വരില്ല. എടി, അവിടെ നിൽക്കാനാ പറഞ്ഞേ. ശാരദാമ്മേ, ശാരദാമ്മേ, എന്നെ വിട്ടു കൊടുക്കല്ലേ ശാരദാമ്മേ. എങ്ങോട്ടാടി നീ പോന്നേ? വാടി ഇവിടെ. വരാനല്ലേ പറഞ്ഞേ? ശാരദാമ്മേ, എന്നെ വിട്ടു കൊടുക്കില്ലെന്ന് പറ ശാരദാമ്മേ. പോവരുത് നീ. വാടി ഇവിടെ. അതെ, ഇവളെ അനൂപ് നിയമപരമായിട്ട് രജിസ്റ്റർ വിവാഹം കഴിച്ചതാ. രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊന്ന് ഒപ്പിട്ടെന്നല്ലേ ഉള്ളൂ.
ആ ഒപ്പ് മായ്ക്കാനുള്ളതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. വാടി ഇവിടെ. വാടി. വരാനല്ലേ പറഞ്ഞേ? വാ ഇങ്ങോട്ട്. ശാരദാമ്മേ, നടക്കണു ഇങ്ങോട്ട്. എന്നെ വിട്ടുകൊടുക്കില്ല ശാരദാമ്മേ. കേറടി. ശാരദാമ്മേ. വണ്ടി കയറടി. കേറ്. കേറടി. അവിടെ ഇരി. ശാരദാമേ ഒരല്പം ക്രൂരമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതൊക്കെ ഒരു ഹരമാണ്. മനുഷ്യത്വം ഇല്ലാതെ പെരുമാറരുത്. അങ്ങനെ പറയണ്ടേ, അതെനിക്ക് വേണ്ടുവോളം ഉണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ ശാരദാമയ്ക്ക് ഇത് മനസ്സിലാവും. ഈ നാളെ രാവിലെ ഈ കളക്ടർ മേഡത്തോട് കോടതിയിൽ വന്ന് ജാമ്യം എടുക്കാൻ പറ. പിന്നെ ഒന്ന് മനസ്സറിഞ്ഞ് ഇവന് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെ പറ. ഈ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഞാൻ ഇവന് വേണ്ടി തയ്യാറാക്കാൻ പോകുന്ന FIR-ൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാകണമേ എന്ന്. പിന്നൊരു കാര്യമുണ്ട്, എത്ര പ്രാർത്ഥിച്ചാലും എന്റെ പേന ചലിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സർവനാശം കാണാനായിരിക്കും.